സ്കിൻ ടാക്സ് അത് അല്ലെങ്കിൽ പാലുണ്ണി. ഹായ്, ഞാൻ ഡോക്ടർ ജെമിമ, കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് ആണ്. നമ്മുടെ കഴുത്തിലും അണ്ടർ ആംസിലും ചിലപ്പോൾ തൈസിലൊക്കെ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യാം? പലപ്പോഴും നമ്മൾ ഗൂഗിളിൽ നിന്നും ആമസോണിൽ നിന്നും പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടതിൻ്റെ ഭാഗമായിട്ട് കരിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല ആസിഡ്സ് ഉപയോഗിച്ച് അത് ബേൺ ചെയ്ത് ഇൻഫെക്ഷൻ ആയതിനു ശേഷമായിരിക്കും ഡോക്ടറിനെ കാണുന്നത്. എന്നാൽ ഇതിനുള്ള ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയോ കോട്ടറി അതല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി പോലത്തെ പ്രൊസീജിയേഴ്സാണ്. ഇത് നമ്പിങ് ക്രീം ഇടുന്നു. അതിനുശേഷം വൺസ് നിങ്ങളുടെ സ്കിൻ നമ്പായതിനു ശേഷം സിമ്പിളായിട്ട് നമുക്ക് റേഡിയോ കോട്ടറി പ്രൊസീജിയേഴ്സ് വെച്ച് ഈ സ്കിൻ ടാക്സ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് അങ്ങനെ ഒന്നും തന്നെയില്ല. പോസ്റ്റ് പ്രൊസീജിയർ നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് കരിഞ്ഞ പാടുകൾ അത് നമുക്ക് 5 to 7 ഡേയ്സിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നത്, ഫേസിലും കഴുത്തിലും വരുന്നത് കോസ്മെറ്റിക് റീസൺ കാരണം മാത്രം നമുക്ക് റിമൂവ് ചെയ്യാറുള്ളൂ. എന്നാൽ അണ്ടർ ആംസിലും തൈസിലും വരുന്ന സ്കിൻ ടാക്സ് നിങ്ങൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഫ്രിക്ഷൻ വന്നതിന് കാരണമായിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരാം. അതിൻ്റെ സൈസ് വലുതായി വലിയ മുഴ പോലത്തെ വലിയ തരിന് ശേഷം നമുക്ക് സർജിക്കൽ പ്രൊസീജിയർ വഴി റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാം. സോ സ്കിൻ ടാക്സിന് വേണ്ടി ഇനി വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. റേഡിയോ ഫ്രീക്വൻസി അതല്ലെങ്കിൽ റേഡിയോ കോട്ടറി പോലത്തെ പ്രൊസീജിയേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. Future is Hospital. Health is happiness.